ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫങ്ഷൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. നമുക്ക് എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കാം. ഇതിൽ മെയിനായിട്ട് 3 എണ്ണമാണ് വരുന്നത്. അത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, പിന്നെ ഫൈനാൻസിങ് ഡിസിഷൻ, പിന്നെ ഡിവിഡൻഡ് ഡിസിഷൻ. ഈ 3 പോയിന്റ് ആണ് വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വേരിയസ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഫൈനാൻഷ്യൽ ഡിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യില്ലേ, നമ്മൾ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ പേ ചെയ്യില്ലേ, റിട്ടേൺ പേ ചെയ്യില്ലേ, അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്താണെന്ന് നോക്കാം. These decisions related to selection of assets in which funds will be invested by a firm. അപ്പം നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേരിയസ് അസറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ അസറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അസറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേൺ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഫണ്ട്സ് പ്രൊക്യൂർഡ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ഹാവ് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് അസറ്റ്സ്. നമ്മളിപ്പം ഒരുപാട് സോഴ്സിൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങ് റേസ് ചെയ്ത ഫണ്ട് നമ്മളിപ്പം ഒരു ലോങ് ടേമിലേക്കുള്ളതിലേക്ക് മാത്രമായിരിക്കില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്കിപ്പോൾ ഷോർട്ട് ടൈമിലായിട്ടുള്ള പരിപാടികൾ നടന്നു പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് ഉള്ള യൂസിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കും. പിന്നെ മെയിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ല റിട്ടേൺ വരിക. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുള്ളായിരിക്കണം. അത് റിലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ വരുന്നത്. ഫൈനാൻസിങ് ഡിസിഷൻ ആണ്. ഇതിൽ വന്നിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് വേണം. അപ്പോൾ ഒരുപാട് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ആ ഓണർക്ക് സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യുന്നതിനേക്കാളും അപ്പുറം പൈസ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് പുറത്തുനിന്നാണ് ഫണ്ട് എടുക്കുക, ലോണായിട്ട് അല്ലെങ്കിൽ ഷെയർസ് സെല് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. അപ്പോൾ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് വന്നിട്ട് നമ്മൾ കമ്പനി വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോങ് ടേം ആയാലും ഷോർട്ട് ടേം ആയാലും അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റേസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ട് ഇപ്പം നല്ല സ്ഥലത്ത് നല്ല സോഴ്സിൽ നിന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ കെയർഫുള്ളായിട്ട് ഫണ്ട് റേസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഇൻട്രസ്റ്റ് കൂടിയ സ്ഥലത്തു നിന്നാണ് നമ്മൾക്കിപ്പം പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ലോങ് ടേമിലേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളിപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും കാലം നമ്മൾ അത്രയും വലിയ ഇൻട്രസ്റ്റ് പേ ചെയ്തുകൊണ്ടിരിക്കണം. അതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നഷ്ടമായിരിക്കും. ചിലപ്പം അതിനേക്കാളും ബെറ്ററായിട്ട് കുറഞ്ഞ ഇൻട്രസ്റ്റിൽ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത്, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ഏത് സൈഡിൽ നിന്നാണോ എങ്ങനെ ചെയ്താലാണോ അതിൽ നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് വരുമ്പോൾ നമ്മൾ റേസ് ചെയ്യുന്ന ഫണ്ട് നല്ല സെക്യൂരിറ്റി വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഫണ്ട് എടുക്കുന്നത്. അതിൻ്റെ റേറ്റുകൾ എങ്ങനെ വരും അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഫണ്ട് എടുക്കാൻ. ഇങ്ങനെ ഫണ്ട് എടുക്കാൻ നമ്മളിപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അടുത്തുനിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്കിപ്പോൾ നല്ല സ്ഥലത്ത് നിന്ന് അത് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കവർക്ക് പേ ചെയ്യാൻ വേണം. അപ്പം അവർക്ക് പേ ചെയ്യാൻ വേണം. അപ്പം നമ്മൾ അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് കൂടി ഫണ്ട് റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ കമ്പനിയുടെ പ്രവർത്തനത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് നല്ല സോഴ്സിൽ നിന്നായാലും കൂടി മാത്രമേ നമുക്കിപ്പോൾ കമ്പനി നല്ലോണം വർക്ക് ചെയ്യിക്കാനും ബാക്കി ഷെയർ എടുത്തവരുണ്ടെങ്കിൽ അവർക്കും കറക്റ്റായിട്ട് പേ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ ഫൈനാൻസ് നമ്മൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല കമ്പനി കെയർഫുള്ളായിട്ട് ഡിസിഷൻ എടുത്തിട്ട് വേണം ചെയ്യാൻ. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫൈനാൻഷ്യൽ ഡിസിഷനിൽ നോക്കിയ പോലെ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം
ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ നിന്ന് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മൾ സെല് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ അടുത്ത് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവർക്ക് എന്തായാലും റിട്ടേൺ കൊടുക്കണം. അപ്പോൾ ഒരു കമ്പനി ഇപ്പം നല്ല നിലയിലാണ്, അല്ലെങ്കിൽ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ എത്ര പേ ചെയ്യുന്നു നമ്മൾ നോക്കും. കമ്പനി നല്ലൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവർക്കും കമ്പനിക്ക് നഷ്ടമില്ലാത്ത രീതിക്ക് നല്ലൊരു റിട്ടേൺ ആയിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക, അവർ പർച്ചേസ് ചെയ്തതിനനുസരിച്ചിട്ട്. അപ്പം ഇതിപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് റിട്ടേൺ കിട്ടുന്നില്ല, നമ്മൾ കമ്പനി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച രീതിക്ക് ഒരു റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പനി ഫ്ലോപ്പായി, നല്ലോണം വർക്ക് ചെയ്യുന്നില്ല എന്നായിരിക്കും പുറത്ത് എല്ലാവർക്കും മനസ്സിലാവുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റേബിളായിട്ട് അതേപോലെ തന്നെ അവർക്കുള്ള റിട്ടേൺ കൊടുത്തുകൊണ്ട് പോയാൽ നമുക്ക് കമ്പനിക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അവർക്കും കൂടി ഗുണമുണ്ടാകുന്ന തരത്തിൽ അത് കുറച്ചും കൂടി മെല്ലെ മെല്ലെ കൂട്ടി അവരുടെ റിട്ടേണും കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ ഒക്കെ അവരുടെയും കൂടി ഗ്രോത്ത് നമ്മൾ കണ്ടിട്ട് അവർക്കും കൂടി ഉള്ള റിട്ടേൺ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് മാത്രമല്ല കമ്പനിക്ക് നല്ലതാണ്, കമ്പനിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് വരും. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ കമ്പനിക്ക് മൊത്തത്തിൽ നല്ലതാണ്, കമ്പനിയുടെ വാല്യൂ കൂടും. ഇതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ടോപ്പിക്കായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.